84 സങ്കീർത്തനം 6 വാക്യം. കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. നാം പലതരത്തിലുള്ള താഴ്വരകൾ കണ്ടിട്ടുണ്ട്. 84 സങ്കീർത്തനത്തിൽ കോരഹപുത്രന്മാർ രേഖപ്പെടുത്തുന്ന ഒരു താഴ്വര കണ്ണുനീരിൻ്റെ താഴ്വരയാണ്. മറ്റു ചില വേദപുസ്തക പരിഭാഷകൾ നാം നോക്കുമ്പോൾ അതിന് ബാഖ താഴ്വര എന്ന് കാണാൻ കഴിയും. ബാഖ വൃക്ഷങ്ങൾ ഇടതൂർന്നു നിൽക്കുന്ന വഴിയിലൂടെയുള്ള യാത്ര, അതിന് നടുവിലൂടെ പോകുമ്പോൾ അതിൻ്റെ ചില്ലകളിൽ ഉള്ള വെള്ളങ്ങൾ താഴേക്കിടയിലേക്ക് വീഴുകയാണ്. അങ്ങനെ പതിക്കുന്നവർ, ആ വൃക്ഷത്തിൻ്റെ അടിയിലൂടെ പോകുന്നവരെല്ലാം നനയുകയാണ്. പക്ഷേ ആ നനഞ്ഞു പോകുന്നത് അവർ ഒരു ജലാശയം പോലെ കണക്കാക്കുകയാണ്. അവർ അതിന്മേൽ ദുഃഖിക്കാറില്ല, അതിന്മേൽ അവർ ആനന്ദിക്കുകയാണ്. കഷ്ടത എന്ന ബാഖ താഴ്വരയിലൂടെ നാം പലപ്പോഴും കടന്നു പോകേണ്ടി വരും. എന്നാൽ ആ ബാഖ താഴ്വര നമുക്ക് ദുഃഖത്തിൻ്റെ താഴ്വരയല്ല, പ്രത്യുത ആനന്ദത്തിൻ്റെ താഴ്വരയാണ്. ആ താഴ്വരയുടെ കടക്കുമ്പോൾ ദുഃഖം കലർന്ന ജീവിതമല്ല, സന്തോഷപൂർണമായ ജീവിതമായി, ജലാശയം പോലെ അതിനെ ആക്കുന്ന ആനന്ദപൂർണമായ ജീവിതം. ഇതാണ് പാട്ടെഴുത്തുകാരൻ പാടിയത്. ക്രിസ്തീയ ജീവിതം പോൽ ഇത്ര ഭാഗ്യം പാരിൽ എന്തുള്ളൂ.